ഇപ്പോഴും അവർ കേന്ദ്രത്തിനെ മാത്രം പഴിചാരി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം തീരുമാനിക്കേണ്ടത് സ്റ്റേറ്റ് ആണ്. ഓണറേറിയം തീരുമാനിച്ചത് സ്റ്റേറ്റ് ആണ്. പക്ഷേ അത് പറയുമ്പോൾ മാത്രം ഞങ്ങൾ കേന്ദ്രത്തിനോട് നിങ്ങൾ ചോദിക്കൂ, അവിടെ സമരം ചെയ്യൂ എന്ന് പറയുന്ന അവസ്ഥ. ഈ കേരളത്തിലെ മുഖ്യമന്ത്രി ഇതിനെതിരെ ഒരക്ഷരം ഇതുവരെ മിണ്ടിയിട്ടില്ല. ഈ സമരത്തെക്കുറിച്ച് അദ്ദേഹം എന്താണ് ഇതിനുള്ള അദ്ദേഹത്തിന്റെ നിലപാട് എന്ന് കേരളത്തിന് അറിയണം. കേരളത്തിലെ പൊതുസമൂഹത്തിന്, കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. ഇവിടെ സ്ത്രീകൾ മഴയും വെയിലും കൊണ്ട് ഇതുപോലെ ഇത്രയും ദുരിതം അനുഭവിച്ച് സമരം ചെയ്യുന്നത് അവർ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. 233 രൂപ കൊണ്ടൊരു ദിവസം ജീവിക്കാൻ സാധിക്കില്ല എന്ന് ഏതാളുകൾക്കും അറിയാം. അതുകൊണ്ട് തങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി നടത്തുന്ന സമരമാണ്. ഇന്ന് ഈ പൊങ്കാല ദിവസം ഇവരോട് സംസാരിക്കാൻ ഞാൻ പ്രതിഷേധ പൊങ്കാലയല്ലേ എന്ന് ചോദിച്ചപ്പോൾ പോലും അവർ പറയുന്നു അല്ല, ഞങ്ങൾ സങ്കട പൊങ്കാലയാണ്. കാരണം വെച്ചാൽ ഒരു തരം അക്രമങ്ങളുമില്ലാതെ ഒരു പ്രശ്നങ്ങളുമില്ലാതെ ഏറ്റവും സമാധാനപരമായി തങ്ങളുടെ ആവശ്യം നിറവേറ്റുന്നതുവരെ ഇവിടെ ഇരിക്കുമെന്ന പ്രതിജ്ഞയിലാണ് അവർ ഇന്ന് പൊങ്കാല സമർപ്പിച്ച് അതെങ്കിലും അനുകൂലമാകുമോ എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നിൽക്കുന്നതാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി അടിയന്തരമായിട്ട് ഇവരെ ചർച്ചയ്ക്ക് വിളിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണണം. ഉണ്ടല്ലോ, സർക്കാർ എന്തിനാ സമരക്കാരുടെ ജാതകം പരിശോധിക്കുന്നത്? അത് മനസ്സിലാവുന്നില്ല. ഏത് സംഘടന നടത്തിയെന്ന് സമരത്തിന്റെ ന്യായം എന്താണ്? അതിന് ന്യായമുണ്ടോ? അത് തൊഴിലാളികളുടെ അവകാശത്തിന് വേണ്ടിയാണോ? അത് പരിശോധിക്കുന്നതിന് വരെ ഏത് സംഘടനയാണ് നടത്തുന്നതിന്റെ ജാതകം പരിശോധിക്കുന്ന ഒരു സംഘടന? ഇവർ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ ആളുകളില്ല. മനുഷ്യപക്ഷത്തുമില്ല, സ്ത്രീപക്ഷത്തുമില്ല, തൊഴിലാളി പക്ഷത്തുമില്ലാത്ത ഒരു ഭരണ സംവിധാനമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരികയാണ്. ഈ 32ാമത് ദിവസവും ഇവരെ ഈ പൊരിവെയിലത്ത് നിർത്തുന്നത് കാണുമ്പോൾ ഒരു ചർച്ചയ്ക്ക് മുൻകൈ എടുക്കാൻ ഏതെങ്കിലും തരത്തില് പ്രതിപക്ഷ എംഎൽഎമാര് രമേശിനെ പോലുള്ള ആളുകളൊക്കെ ഇടപെടുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിൽ ഉണ്ട്. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രിയോട് സംസാരിക്കുന്നുണ്ട്, മുഖ്യമന്ത്രിയോട് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഏത് വിധത്തിലും അതാണ് പറയാം, എത്രയും വേഗം ഇവരെ ചർച്ചയ്ക്ക് വിളിച്ച് അവര് കുടുംബം നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. കാരണം തങ്ങളുടെ കുട്ടികള്, അമ്മ, ഭർത്താവ് എല്ലാവരും ഉപേക്ഷിച്ച് ഈ തെരുവിൽ വന്നിരിക്കുക, കരയുകയാണ് പല സ്ത്രീകളും. എന്ന് പറയുന്നത് ഇവര് കേരളത്തിലെ 26,000-ൽ പരം ആശമാരുടെ പ്രതിനിധികളാണ്. ആരായാലും ഇവരെ ഒരു സംഘടനയ്ക്ക് കീഴിൽ നിന്നോ സമരം നടത്താൻ മറ്റാരും തയ്യാറായില്ലല്ലോ. CIT എന്ന് പറയുന്ന തൊഴിലാളി വർഗ പ്രസ്ഥാനം എവിടെയാണുള്ളത്? എന്തിനാണ് ഈ CIT? തൊഴിലാളികളുടെ ഒരു പ്രശ്നം വരുമ്പോൾ അവരുടെ പക്ഷത്ത് നിൽക്കാതെ അവരെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന വളരെ അങ്ങേയറ്റത്തെ മോശമായ ഒരു പ്രവണതയാണ് നമുക്ക് ഈ സമരത്തിന് കാണാൻ സാധിക്കുന്നത്. ഇത് വിജയത്തിൽ പര്യവസാനിക്കണം. ഈ തെരുവിലാളുന്ന ഈ സ്ത്രീ പ്രക്ഷോഭത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ സർക്കാരിന് സാധിക്കില്ല. അവരുടെ മുന്നിൽ തോറ്റുപോവുകയുള്ളൂ സർക്കാർ. MLA ആശാ വർക്കേഴ്സിന്റെ സമരപ്പന്തലിലെത്തിയിട്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. ഈ സമരത്തിൽ സംസ്ഥാന സർക്കാരിന് പിടിവാശിയുണ്ടെന്ന്, പിടിവാശി ഉപേക്ഷിച്ച് സമരം ഒത്തുതീർപ്പാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഇടപെടണമെന്നാണ് KK രമ MLA ആവശ്യപ്പെട്ടത്.